ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ, ആ മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ലഭിക്കാൻ വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 8 അമലുകളെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം ചൊല്ലേണ്ട ഒരു ആയത്തിനെ കുറിച്ചുമാണ്. ഈ ആയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ മലക്കുകളുടെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുകയാണ്. ഏതാണ് ആ 8 അമലുകൾ, ഏതാണ് ആ അത്ഭുതകരമായ ആയത്തെന്ന് വിശദമായി നമ്മൾക്ക് ഇന്നത്തെ മജ്ലിസിലൂടെ പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം ആളുകൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു റാഹത്ത് കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകക്കാരായ അടിമകളാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ. ആ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല. കോടിക്കണക്കിന് മലക്കുകളുണ്ട്, ലക്ഷക്കണക്കിന് മലക്കുകളുണ്ട്. ആ കോടിക്കണക്കിന് മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കാൻ, കോടിക്കണക്കിന് മലക്കുകളുടെ ഇസ്തിഗ്ഫാർ നമ്മൾക്ക് ലഭിക്കാൻ ഇന്ന് മുതൽ നാം ചെയ്യേണ്ട അത്ഭുതകരമായ 8 അമലിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിളായി ഏതൊരു മനുഷ്യനും വളരെ നിസാരമായി ചെയ്യാൻ പറ്റുന്ന 8 കാര്യങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ മലക്കുകളുടെ സഹായം ലഭിക്കാൻ, മലക്കുകളുടെ സംരക്ഷണം ലഭിക്കാൻ നാം ഓതേണ്ട ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആരാണ് മലക്കുകൾ? ആരാണ് മലക്കുകൾ? എന്താണ് മലക്കുകളുടെ പ്രത്യേകത? അൽ മലായികത്തു മുക്കറമൂന, മലക്കുകൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ബഹുമാനിച്ച അടിമകളാണ് അള്ളാന്റെ മലക്കുകൾ എന്ന് പറയുന്നത്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. എന്താണ് മലക്കുകളുടെ ക്വാളിറ്റി? മലക്കുകളുടെ പ്രത്യേകത എന്താണ്? ലാ യഅസൂനല്ലാഹ മാ അമറഹും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെതിരെ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. കോടാനകോടി വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളുണ്ട്. ആ മലക്കുകൾ അള്ളാഹു കൽപ്പിച്ചതിനെതിരെ ഇന്നേ വരെ ഒന്നും ചെയ്തിട്ടില്ല. വയഫ്അലൂന മാ യുഅ്മറൂൻ. മറ്റൊരു പ്രത്യേകത എന്താ? അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അതവർ ചെയ്യും. യാതൊരുവിധ മടിയും കൂടാതെ അല്ലാഹ് എന്താണോ കൽപ്പിച്ചത് അത് ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന് പറയുന്നത്. ആ മലക്കുകൾക്ക് തളർച്ചയില്ല, അവർക്ക് ക്ഷീണമില്ല, അവർക്ക് തീറ്റയില്ല, അവർ കുടിക്കുകയും കഴിക്കുകയൊന്നുമില്ല. അവർ ഏത് സമയത്തും സദാസമയവും അള്ളാഹുവിന് ഇബാദത്തിലായി മുഴുകും. എല്ലാ സമയത്തും തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്, എല്ലാ സമയത്തും തഹ്ലീൽ ചെയ്യുന്ന മലക്കുകളുണ്ട്, എല്ലാ സമയത്തും നിസ്കരിക്കുന്ന മലക്കുകളുണ്ട്, എല്ലാ സമയത്തും തക്ബീർ ചൊല്ലുന്ന മലക്കുകളുണ്ട്. ഇങ്ങനെ ഓരോ പ്രത്യേകക്കാരായ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട്. അതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അന്ന ദുആ അൽ മലായികത്തി മുജാബുൻ. മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. മലക്കുകൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തട്ടുകയില്ല. അവരെ പ്രാർത്ഥന നിർബന്ധമായും അള്ളാഹു സ്വീകരിച്ചിരിക്കും. നിങ്ങൾ നമ്മളെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മളെ പ്രാർത്ഥന സ്വീകരിച്ചു നമ്മളെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. പക്ഷെ മലക്കുകൾ പ്രാർത്ഥിച്ചാൽ മലക്കളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മലക്കളെ പ്രാർത്ഥന ലഭിക്കാൻ ചില അമലുകൾ, ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് രോഗിയെ സന്ദർശിക്കുക. നമ്മളെ കുടുംബത്തിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ, നമ്മളെ അയൽവാസിയിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവനെ പോയി ഒന്ന് സന്ദർശിക്കുക. എന്നാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. മാത്രമല്ല മഹാനായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ്റെ മേൽ 6 കടമകളുണ്ട്, 6 ബാധ്യതകളുണ്ട്. അതിൽ ഒരു ബാധ്യത റസൂലുള്ള എണ്ണിയത് എന്താ? രോഗിയായാൽ സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രോഗിയെ സന്ദർശിക്കാൻ യാതൊരു മടിയും നമ്മൾ കാണിക്കണ്ട. കുടുംബക്കാർക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ, അതല്ലെങ്കിൽ അയൽവാസികൾക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ, കൂട്ടുകാർക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ, നമ്മളെ മഹല്ലിൽ ഒരാൾക്ക് അസുഖമുണ്ടെന്ന് അറിഞ്ഞാൽ, നമ്മൾ അറിയുന്ന
ഒരാൾക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ അതാരാവട്ടെ, അറിയുന്നവനാവട്ടെ, ബന്ധുവാവട്ടെ, കൂട്ടുകാരനാവട്ടെ, ആരായാലും അവനെ പോയി സന്ദർശിച്ചു കഴിഞ്ഞാൽ അതാ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അത് ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, മറ്റൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യും. നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ ഉസ്താദുമാരാകണമെന്നൊന്നുമില്ല. നമ്മളെ മക്കൾ മദ്രസ വരുമ്പോൾ, നമ്മളെ മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കണം. നിസ്കരിക്കാൻ അവരോട് കൽപ്പിക്കണം, അവരോട് ഖുർആൻ ഓതാൻ പറയണം, അവരെ ഇരുത്തി ഖുർആൻ ഓതിപ്പിച്ചു കൊടുക്കണം, അവർക്ക് അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കണം. എങ്കിലെൻ്റെ ഉമ്മമാരെ, നമ്മൾക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു എടുക്കുക എന്നുള്ളത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉളു എടുത്ത് കിടക്കണം. ആ ഉറക്കത്തിലെങ്ങാനും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിൻ്റെ കൂലി നമ്മൾക്ക് ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഉളു എടുത്ത് കടന്നു കഴിഞ്ഞാൽ അവനക്ക് പ്രത്യേകം മലക്കുകൾ പ്രാർത്ഥിക്കും, മലക്കുകൾ അവനക്ക് പ്രത്യേകം ഇസ്തിഗ്ഫാർ നടത്തും, പൊറുക്കലിനെ ചോദിക്കുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലാ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റൂല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹ. അള്ളാഹിൻ്റെ വഹി വരാതെ മുത്തുനബി ഒന്നും സംസാരിക്കൂല. അപ്പോൾ മുത്തുനബിയോട് അള്ള പറഞ്ഞതാണ്, ഉളു എടുത്തുകൊണ്ട് ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവനക്ക് മലക്കുകൾ ഇസ്തിഗ്ഫാർ നടത്തും, മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നുള്ളത്. മുത്തുനബി പറഞ്ഞ വാക്കിങ്ങനെയാണ്, മംബാത ത്വാഹിറൻ, ഒരാൾ ഉളു എടുത്ത് കടന്നാൽ, ഒരാൾ ശുദ്ധിയോടെ കടന്നു കഴിഞ്ഞാൽ മലക്കുകൾ അവനക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. അല്ലാഹുമ്മ ഗഫിർലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഈ ഉളു എടുത്ത് കിടക്കുന്ന ഇന്നാലിന്ന മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആരാ ദുആ ചെയ്യുന്നത്? അള്ളാഹു പടച്ചത് മുതൽ ഇന്നേ വരെ തെറ്റ് ചെയ്യാത്ത മലക്കുകളാണ്. നമ്മളെ നാവൊക്കെ തെറ്റ് ചെയ്യുന്ന നാവാണ്. അങ്ങനെ തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ അടിമകൾ നമ്മൾക്ക് പ്രാർത്ഥിക്കും. അപ്പോൾ മലക്കുകളോട് ചോദിക്കും അത്രേ, എന്താണ് നിങ്ങൾ ഈ മനുഷ്യന് വേണ്ടി എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തുന്നത്? അപ്പോൾ മലക്കുകൾ പറയുന്നത്, ഫഇന്നഹു ബാത ത്വാഹിറാ, അവൻ ശുദ്ധിയായിട്ടാണ് കടന്നിട്ടുള്ളത്, അവൻ ഉളു എടുത്തിട്ടാണ് കടന്നിട്ടുള്ളത് എന്ന്. അള്ളാഹുവേ, ഉറങ്ങുന്ന സമയത്ത് ഉളു എടുക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്കും നൽകി അനുഗ്രഹിക്കണേ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം, അത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ. ചില ആളുകൾ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ നല്ലോണം ഭക്ഷണം കഴിക്കും, എന്നിട്ട് അത്താഴം കഴിക്കൂല. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് നീയത്ത് വെച്ചിട്ടാണ് കടന്നുറങ്ങും. പിന്നെ സുബഹി ബാങ്ക് കൊടുക്കുമ്പോഴാണ് എണീക്കുക, അത്താഴം ഒഴിവാക്കും. എൻ്റെ പ്രിയമുള്ളവരെ, അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധാരാളം ആളുകൾ നോമ്പ് നിൽക്കുന്നൊരു സീസണാണ്, നോമ്പിൻ്റെ സീസണാണ് റജബ് മാസവും ഷാബാ മാസവും ഒക്കെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ അത്താഴം കഴിക്കൽ ഒരിക്കലും ഒഴിവാക്കരുത്. ആ സമയത്ത് നമ്മൾ എണീറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ പ്രത്യേകം നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ അഞ്ചാമത്തെ കാര്യം എന്താണ്? മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാൾ നമ്മളെ അടുക്കലില്ല, നമ്മളെ മക്കളൊക്കെ വിദേശത്താണ്, അല്ലെങ്കിൽ ഭർത്താവ് നാട്ടിലില്ല, ഭർത്താവിന് വേണ്ടി വീട്ടിൽ നിന്ന് ദുആ ചെയ്യുക. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ, അല്ലാഹുവേ ഞങ്ങളെ മക്കളുടെ ജോലിയിൽ ബർക്കത്ത് കൊടുക്കണേ. ആങ്ങളമാർക്ക് ദുആ ചെയ്യുക, വല്ലുപ്പമാർക്ക് ദുആ ചെയ്യുക, അയൽവാസികൾക്ക് ദുആ ചെയ്യുക, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് മുഴുവനും ദുആ ചെയ്യുക. ഇത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയുമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ സ്വന്തത്തിന് വേണ്ടി മാത്രം ദ്വാരക്കരുത്. എനിക്കൊണ്ടല്ല ഇങ്ങനെ മാത്രം ദ്വാരുന്നാൽ പോരാ. മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, മുസ്ലിമീങ്ങളെ സംരക്ഷിക്കണേ അല്ലാ, മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാ, എൻ്റെ അയൽവാസികൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നാട്ടിൽ സന്തോഷം നൽകണേ അല്ലാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യണം. അങ്ങനെ നമ്മൾ ദുആ ചെയ്താൽ പ്രത്യേകം നമ്മളെ പ്രാർത്ഥന തന്നെ അള്ളാഹു കബൂലിയത്ത് നൽകും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ പ്രത്യേകം മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രാർത്ഥന ഞാൻ പഠിപ്പിച്ചു തരാം. അല്ലാഹുമ്മ റഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളി. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. എങ്ങനെ? അല്ലാഹുമ്മ റഹം ഉമ്മത്ത സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം തന്നെ അല്ലാഹുമ്മ ഗഫിർലി ഉമ്മത്തി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലെല്ലാതും പെട്ടു. മുഅ്മിനീങ്ങൾക്ക്, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ കരുണ ചെയ്യണേ അല്ലാ, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഏതായാലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്താൽ ലോകത്തുള്ള കോടാനുകോടി മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആറാമത്തെ സമയം, നിസ്കാരം കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് തന്നെ ഇരിക്കുക.
നമുക്ക് ധൃതിയാണ്, നമുക്ക് അതിനൊന്നും സമയമല്ല. പക്ഷേ റസൂലുള്ള പറയാണ്, നിസ്കാരം കഴിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അല്പസമയം ഇരിക്കുക. പെട്ടെന്ന് ധൃതിയിൽ എണീറ്റ് പോകാതെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അൽ മലായികത്തു തുസല്ലി അലാ അഹദിക്കും മാദാമ ഫീ മുസല്ലാഹുല്ലദീ സല്ലാ ഫീഹി. ഒരു മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ട് അവൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മലക്കുകൾ അവനക്ക് വേണ്ടി ദുആ ചെയ്യും. മലക്കുകൾ അവനക്ക് വേണ്ടി സലാത്ത് ചൊല്ലും. സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അവനക്ക് ഖൈറിന് വേണ്ടി തേടും. മലക്കുകൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ്റെ പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മലക്കുകൾ പറയുമത്രേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുവേ, ഈ നിസ്കാരം കഴിഞ്ഞ് അതേ സ്ഥലത്തിരിക്കുന്ന മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ. പുറത്തു കൊടുത്താൽ മാത്രം പോരാ, അദ്ദേഹത്തിന് നീ കരുണ ചെയ്യണേ അല്ലാ. സുബ്ഹാനല്ലാ, എന്താണ് ഇതൊക്കെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളല്ലേ. നിസ്കരിക്കുക, അവിടെ ഇരിക്കുക. പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക. ഉമ്മമാർ നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ലിയിൽ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അല്പസമയം അവിടെ ഇരുന്നാൽ മതി. 10 മിനിറ്റ് ഇരുന്നാലും മലക്കൾ പൊറുക്കലിനെ ചോദിച്ചും. ഒരു അരമണിക്കൂറാണെങ്കിലും മലക്കൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊറുക്കലിനെ ചോദിക്കുകയാണ്. നമുക്ക് ധൃതിയാണ്, ധൃതി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിലേക്കാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് നിസ്കരിച്ച് പെട്ടെന്ന് പോകണമെന്നുള്ള ചിന്ത നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളിങ്ങനെ ധൃതിയിൽ നിസ്കരിച്ചിട്ട് പെട്ടെന്ന് മുസല്ലക്കാണ് വലിച്ചെറിഞ്ഞ് നിസ്കാര കുപ്പായക്കാണ് വലിച്ചെറിഞ്ഞിട്ട് പോകും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ആത്മാർത്ഥതയോടെ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നാൽ സുബ്ഹാനല്ലാഹ്, മലക്കുകൾ നമ്മൾക്ക് റഹ്മത്തും ചോദിക്കും മർഹമത്തും ചോദിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ 7ാമത്തെ സൽക്കർമ്മം നമ്മളെ സഹോദരനെ സന്ദർശിക്കലാണ്. നമ്മൾ ഗൾഫിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്, ഓനെ പോയി ഒന്ന് കാണുക, ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത്. ചില ആളുകളുണ്ട്, ആങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവും, ആങ്ങളെ ഇങ്ങോട്ട് വരട്ടെ, വലിയ കവറുമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ഉമ്മമാരുണ്ട്. അതൊക്കെ തെറ്റാണ്, അതൊക്കെ അഹങ്കാരമാണ്. നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവരെ കാണാം. അതുപോലെ തന്നെ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, ഓ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാണുക. ഒരാൾ ഒരുപാട് കാലം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, അവനെ അങ്ങോട്ട് പോയി നമുക്ക് കാണാലോ. അതല്ലെങ്കിൽ മറ്റുള്ളവരെ വിവരം അന്വേഷിക്കാൻ വേണ്ടി നമ്മൾക്ക് അങ്ങോട്ട് പോകാം. നമ്മളെ ജ്യേഷ്ഠനെ സന്ദർശിക്കുക, അനിയനെ സന്ദർശിക്കുക, അതുപോലെ തന്നെ ഉമ്മയെ ഉപ്പയെ സന്ദർശിക്കുക. അവർ വേറെ വീട്ടിലാണെങ്കിൽ അനിയത്തിയെ സന്ദർശിക്കുക, അതുപോലെ തന്നെ ജ്യേഷ്ഠത്തെ സന്ദർശിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിലും, കൊല്ലത്തിലൊരിക്കലെങ്കിലും, പോട്ടെ പെരുന്നാൾ വരുമ്പോഴെങ്കിലും അതിന് ഭർത്താക്കന്മാർ സമ്മതിക്കണം. ചില ഭർത്താക്കന്മാർ സ്വന്തം ഉമ്മയുടെ ഉപ്പയുടെ അടുക്കലേക്ക് പോലും പറഞ്ഞേക്കൂല, പെരുന്നാൾക്ക് പോലും പറഞ്ഞേക്കൂല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരെ 10 മാസം ഗർഭം ചുമന്നത് ആരാ? അവരെ മാതാപിതാക്കളല്ലേ. നിൻ്റെ ഉമ്മയും ഉപ്പയും മാത്രം നോക്കിയാൽ മതിയോ? അങ്ങനെ ചിന്തിക്കരുത്. ഓൽക്കുണ്ട് ഉമ്മിപ്പിയൊക്കെ, ഓലും പോയി കാണട്ടെ, അവരെ സന്ദർശിക്കട്ടെ, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കട്ടെ. അല്ലാതെ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ, അവിടെ എങ്ങോട്ടും പോകാൻ പാടില്ല. അങ്ങനെ ഒരു നിബന്ധന നമ്മൾ ഒരിക്കലും വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരെ സന്ദർശിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്, മുത്തുനബി പഠിപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മലക്കുകൾ നമ്മൾക്ക് പ്രാർത്ഥിക്കും. ആ മലക്കുകളുടെ പ്രാർത്ഥന നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്ക് വേണ്ടിയും മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. റഹ്മത്താണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ തൻ്റെ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ 8ാമത്തെ സൽക്കർമ്മം, നിസ്കാരത്തിന് നിൽക്കുമ്പോൾ 1ാമത്തെ സഫിൽ നിൽക്കുക. അതിന് എന്ത് വേണം? ജമാഅത്തായിട്ട് നിസ്കരിക്കണം. ചില ഉമ്മമാർ മനസ്സിലാക്കിയത് ഈ ജമാഅത്ത് നിസ്കാരം പുരുഷന്മാർക്ക് മാത്രമാണ് പള്ളിയിൽ നിന്നാണ്. അങ്ങനെയല്ല, സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കണം. എവിടെ? വീട്ടിൽ വെച്ച് നിസ്കരിക്കണം. അമ്മായിമ്മ ഇമാമിക്കുക, അമ്മായിമാക്ക് ഇമാമിക്കാൻ അറിയില്ലെങ്കിൽ മരുമോളെ ഇമാം നിർത്തുക. അതിനെങ്ങനെ? അമ്മായിമാക്ക് ഈഗോ ആണ്, ഞാനിപ്പോൾ ഇമാം നിന്നിട്ടില്ലെങ്കിൽ അതിപ്പോൾ ഒരു കുറവല്ലേ എന്ന്. മരുമക്കളെ ബാക്കിലൊക്കെ ഞാൻ നിൽക്കാൻ പറ്റുമെന്ന് അമ്മായിമ്മ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയല്ല. അങ്ങനെ ചിന്തിക്കണ്ട. ഇമാം നിൽക്കാൻ അറിയുന്ന ആൾ ഇമാം നിൽക്കുക. അവിടെ അമ്മായിമ്മയാണെന്നോ മരുമോളെന്നോ ഇളയച്ചിന്നോ മുത്തച്ചിന്നൊന്നുമില്ല, അറിവുള്ള ആളാണ് ഇമാം നിൽക്കേണ്ടത്. അതിന് ഈഗോ കാണിച്ചിട്ട് കാര്യമില്ല. ഇത് ആഖിറത്തിലെ വിഷയമാണ്. ഇത് ദുനിയാവിൻ്റെ വിഷയമല്ല, പരലോകത്തെ വിഷയമാണ്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന വിഷയമാണ്. അവിടെ ഈഗോ ഒന്നും നമ്മൾ കാണിക്കണ്ട. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ 1ാമത്തെ സഫിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഇതൊക്കെ മഹാനായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. അള്ളാഹുവേ, ഈ പറഞ്ഞ 8 സൽക്കർമ്മങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകണേ അല്ലാഹ്. മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ, മലക്കുകളുടെ ഇസ്തിഗ്ഫാർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിൽ അത്ഭുതകരമായ ഒരു ആയത്തോതി കടന്നു കഴിഞ്ഞാൽ മലക്കുകൾ നമ്മളെ സംരക്ഷണം ഏറ്റെടുക്കും. മലക്കുകൾ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. ഏതാണ് അത്ഭുതകരമായ ആയത്ത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈലിൽ കളിക്കാൻ സമയമില്ല, വാട്സപ്പിൽ കളിക്കാൻ സമയമില്ല, ഫേസ്ബുക്കിലും യൂട്യൂബ് കാണാനും സമയമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഖുർആൻ ഓതുക?
നമുക്ക് ആ ഖുർആൻ ഓതാൻ തന്നെ സമയമല്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, മങ്കറ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ ലാ യസാലു അലൈഹി മിനല്ലാഹി ഹാഫിള് വലാ യഖ്റബു ശൈത്താൻ ഹത്താ യുസ്ബിഹാ. ഒരാൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് സംരക്ഷണത്തിനായി മലക്കുകളെ ഏൽപ്പിക്കും. അള്ളാഹു ഏൽപ്പിക്കാണ് മലക്കുകളെ നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ആയത്തുൽ കുർസി ചില്ലറയല്ല. എന്നിട്ടല്ല റസൂലുള്ള പറഞ്ഞെന്താ, വലാ യഖ്റബു ശൈത്താൻ, ശൈത്താൻ അടുക്കുക പോലുമില്ല. ശൈത്താന് പേടിയാകുന്ന ആയത്തുൽ കുർസി ഓതുന്ന ആളെ ശൈത്താന് പേടിയാണ്. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ആളെ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ രാവിലെ വരെ ശൈത്താൻ അവൻ്റെ അടുത്തേക്ക് പോകൂല, അവനെ പേപ്പിക്കാൻ ശൈത്താന് കഴിയൂല, കള്ളന്മാരെ ബുദ്ധിമുട്ടുണ്ടാകൂല, ആഫത്ത് മുസീബത്തുകൾ നമ്മൾക്ക് ഉണ്ടാകൂല. അത്രയും പവറാണ് ആയത്തുൽ കുർസിക്ക് എന്ന്. ആയത്തുൽ കുർസിയുടെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഈ പറഞ്ഞ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും എല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ഉമ്മമാർ ഉപ്പമാരുണ്ട് റബ്ബേ. ശാരീരികമായ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്, മാനസികമായ പ്രയാസങ്ങളുള്ള ആളുകളുണ്ട്. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. കടക്കത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. കടക്കണയിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാ. കടം വാങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ, ജോലി അന്വേഷിക്കുന്നവരുണ്ട്, മക്കളുണ്ട്, അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഉപ്പമാർ, അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, നീ പ്രത്യേകം സംരക്ഷിക്കണേ അല്ലാ. മക്കളെ സ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ അല്ലാ. മക്കളെ വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ എന്തിനൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിനക്കറിയാം. അതൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. പ്രത്യേകം നിന്റെ കാവല് നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. സിഹ്ർ കണ്ണീറുകളെ തൊട്ട് കാക്കണേ അല്ലാ. രോഗികളുണ്ട്, രോഗികളെ ശിഫ നൽകണേ റഹ്മാനെ. വേദനകൾ അകറ്റി കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാ. സാമ്പത്തികമായ ഹല്ല് നൽകണേ അല്ലാ. വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല. മക്കളെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ അന്ത്യം നീ മോശമാക്കരുത് റഹ്മാനെ. അന്ത്യം മോശമാക്കല്ല അല്ലാ. ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക അനബിനാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.